വരെയൊക്കെ പറയുന്നത് നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കാവിയിട്ട പോലീസിന്റെ കളവല്ല, ഇത് കേരളമാണ്. ഇങ്ങനെയുള്ള ഒന്നിനും കേരളം വകവെച്ച് തരില്ല. അഭ്യാസവും വനിതകളോടുള്ള പെരുമാറ്റവും മാന്യമായിരിക്കണമെന്ന് സിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സമരം വളരെ ന്യായമായ സമരം. ഇവിടെ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ വന്ന് സമരം ഇവിടെ നമുക്കറിയാം, രാജ്യമാകെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികളെ രാജ്യമാകെ ചോണയുള്ള പോലീസാണ്. കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ ബന്ധു കേസ് നടത്തി. നീറ്റ് പരീക്ഷ ബന്ധപ്പെട്ട് രാജ്യത്തെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ സമരം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC അടക്കമുള്ളവരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇന്നേക്ക് 2ാം ദിവസമായി. ഒരു വിദ്യാർത്ഥിനി അത്യാസന്ന നിലയിൽ ഐസിയിൽ കിടക്കുന്നു. ഒരു കാവിയിട്ട ഒരു പോലീസുകാരൻ, അവന്റെ പേരെനിക്കറിയില്ല, അവൻ ഇവിടെ വന്ന് മര്യാദയ്ക്ക് സമരം ചെയ്ത് ഞങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ബലം പിടിക്കാൻ, വനിതകളെ പേര് വിളിക്കാനും ബോഡിന്ന് വിളിക്കാനും ചീത്ത വിളിക്കാനും ഇവനാരാ പെർമിഷൻ കൊടുത്തത്? ഇപ്പൊ കാവിയിട്ട പോലീസുകാർ ഇവിടെ ആവശ്യമില്ല. ഇത് ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കുമ്പോൾ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ഒരു പോലീസുകാരനെ ഇവരെ നിയമപരമായി ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഈ സമരം വരും നാളുകളിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഈ CIക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ നടക്കും. അതിനകത്തൊരു തർക്കവുമില്ല. അങ്ങനെ ഇങ്ങനെയുള്ള പോലീസുകാരെ, കാവി കളച്ചവിട്ട പോലീസുകാരെ കേരള പോലീസിന് ആവശ്യമില്ല. ഈ CIക്കെതിരെ അതിശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലേക്ക് ഈ CIക്കെതിരെ മാർച്ച് ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരം വരും ദിവസങ്ങളിൽ തുടരും. സിയോട് വരെയൊക്കെ പറയുന്നത് നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കാവിയിട്ട പോലീസിന്റെ കളവല്ല, ഇത് കേരളമാണ്. ഇങ്ങനെയുള്ള ഒന്നിനും കേരളം വകവെച്ച് തരില്ല. അഭ്യാസവും വനിതകളോടുള്ള പെരുമാറ്റവും മാന്യമായിരിക്കണമെന്ന് സിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന അനിതാ ബാബു ഉൾപ്പെടെ നിയമസഭ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ആ ഒരു ബഹുമാനം പോലും കൊടുക്കാതെ സമരമുഖത്ത് വരുമ്പോൾ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ വനിതാ പോലീസ് അല്ലെങ്കിൽ പുരുഷ പോലീസ് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലുള്ള മര്യാദയില്ലാതെ അനിതാ ബാബുവിനെയും മീനു സജീവിനെയും പോലുള്ള വനിതാ പ്രവർത്തകരെ ക്രൂരമായി കൈയേറ്റം ചെയ്യുവാൻ ഇവിടുത്തെ സംഘിയായ CI, ആ സംഘിയുടെ നേതൃത്വത്തിൽ, ഇവിടെ മനഃപൂർവ്വം ബോധപൂർവ്വം അക്രമം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഇതൊരു സൂചനാ സമരം മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഈ CIക്കെതിരെയുള്ള സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. ഹരിതാബാബുവിനെ കൈകാര്യം ചെയ്തത് ഈ CI-ആണ്. ഈ രാജ്യം ഇന്ന് നേരിടുന്ന നീറ്റ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും സമാധാനപരമായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചുകൊണ്ടുള്ള ഒരു സമരത്തെ വളരെ ക്രൂരമായിട്ട്, വളരെ മാന്യതയില്ലാത്ത രീതിയിലാണ് CIയുടെ നേതൃത്വത്തിലുള്ള പെരുമാറ്റം. എടി പൊടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് സ്ത്രീകളെ ഒരു ബഹുമാനവും തരാത്ത രീതിയിലുള്ള പെരുമാറ്റവുമായിട്ട് ഇന്നിവിടെ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത്, ഏറ്റവും സമാധാനപരമായ ഈ പ്രതിഷേധത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാക്കി മാറ്റിയത് ഈ സൗത്തിലെ CIയുടെ നേതൃത്വത്തിലാണ്. ഈ സമരം ഞങ്ങൾ അതിശക്തമായി തുടരും. വരും ദിവസങ്ങളിൽ ഈ സൗത്തിലെ CI ഉണ്ടല്ലോ, എണ്ണി വെച്ചോ, ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ തടയാൻ പറ്റുന്ന CI ആണെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്കട്ടെ. കാണാലോ, ഒന്ന് കാണാലോ നമുക്ക്. ഞങ്ങളിവിടെ ഇപ്പൊ ഉണ്ട്. സാർ അവിടെ ഒളിച്ചിരിക്കുക, സാറ് മുന്നോട്ട് പോകാം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്
ഉദ്ദേശം മനസ്സിലായി. നീ സംഖ്യയാണെങ്കിൽ നിങ്ങളുടെ കൈകാര്യം വിളച്ചിൽ വേണ്ട, വിളച്ചിൽ വേണ്ട, കൈ വെച്ചാൽ മതി. അറിയത്തില്ല 10 വർഷം ചൊരച്ച സംഖ്യ മാറി അവന്റെ കളസം പോയി കഴിഞ്ഞാൽ കാണാം. സമരമല്ലേ ഒരു കാര്യമില്ലാത്ത സമരമാണ്. ഒരു കാര്യമില്ലാത്ത ഒരാവശ്യമില്ലാത്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓവറാക്ഷൻ കാണിച്ചവൻ നിന്നെ പോലെ ഉണ്ടായിരുന്നു മനോജ്. ചോദിക്കണം എവിടെയാണ് മനോജ്? എന്താ അവസ്ഥ ചോദിക്കുന്നത്?